നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. പുതുവർഷം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ ഈ അവസരങ്ങളിൽ ഏറ്റവും അധികം ക്രിസ്തുമസിലെയും ഓണത്തിലെയും പോലെ തന്നെ മദ്യപിച്ച് റെക്കോർഡ് നേട്ടങ്ങളിലേക്ക് ബിവറേജസിനും അതുപോലെ തന്നെ ബാർ ഉടമകൾക്കും ലഭിക്കുന്ന ഒരു തീയതി കൂടിയാണ്. അതുകൊണ്ട് ബാറുകാർ അങ്ങനെ വെറുതെ മദ്യം മാത്രം കൊടുത്താൽ പോരാ, കൃത്യമായി മറ്റൊരു നിർദ്ദേശം കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. മദ്യപിക്കാൻ വണ്ടിയിൽ ബാറിലെത്തുന്നവർക്ക് ബാറുകാർ തന്നെ ഡ്രൈവറെ നൽകണമെന്നാണ് ഉത്തരവിൻ്റെ നിർദ്ദേശരൂപത്തിൽ പറയുന്നത്. വാഹനാപകടം പരമാവധി ഒഴിവാക്കാൻ, പ്രത്യേകിച്ചും മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒട്ടനവധി അപകടങ്ങൾ സാധാരണ പുതുവർഷ ദിനത്തിൽ സംഭവിക്കാറുണ്ട്. ഇത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള, ഇതിനെ കുറച്ചു കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കുലർ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. നിയമപരമായി നിലനിൽപ്പൊന്നും തന്നെ ഇല്ല, എന്നിരുന്നാലും നിർദ്ദേശമാണ്. നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബാറുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഡ്രൈവറെ നൽകണമെന്ന നിർദ്ദേശം പാലിക്കാൻ പ്രായോഗിക തടസ്സമുണ്ടെന്നാണ് ബാറുകാർ പറയുന്നത്. പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ സേവനം ബാർ ഉടപ്പിൽ ലഭ്യമാക്കണമെന്നാണ് RTO ഇപ്പോൾ കൊച്ചിയിലെ ബാർ ഹോട്ടൽ മാനേജർമാർക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നത്. രാത്രി മുതൽ രാവിലെ 5 മണി വരെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേകമായ സ്ക്വാഡ് ഇൻസ്പെക്ഷനും മറ്റുമായി നഗരപരിധിയിൽ കറങ്ങി നടക്കുമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പുതുവത്സരത്തിന്റെ തിരക്കിനിടയിൽ മദ്യപിക്കുന്ന എല്ലാവർക്കും ഡ്രൈവർമാരെ നൽകാൻ വേണ്ടിയിട്ടുള്ള പരിമിതികൾ തന്നെയാണ് ബാർ മാനേജർമാർ എടുത്തു പറയുന്നത്. ഡ്രൈവർമാരെ നൽകാമെന്ന് പറഞ്ഞാലും മദ്യപിച്ചു പോകുന്നവർ പലരും ഇത് അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിർബന്ധിച്ച് ഇതുപോലുള്ള നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ബാർ മാനേജർമാർ പറയുന്നത്. എന്നാൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ച് ഇത് വെറും ഒരു നിർദ്ദേശം മാത്രമാണ്. നിയമപരമായിട്ടുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. എന്നിരുന്നാലും ഇതനുസരിച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള അപകടങ്ങൾ, സുരക്ഷയെ മുൻനിർത്തി പറയുന്ന ചില വസ്തുതകൾ, ഇതൊക്കെ തന്നെ ശരിയാണ്. അപകടം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കൊച്ചിയിൽ മാത്രമായി ഇറക്കിയ ഈ സർക്കുലറാണെന്നും ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. ഉപഭോക്താക്കൾ ഡ്രൈവറുടെ സേവനം നിരസിക്കുകയും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഹോട്ടൽ അധികൃതർ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ RTO ഓഫീസിലോ ഒക്കെ തന്നെ അറിയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സർക്കുലറിലൂടെ പറയുന്നുണ്ട്. ഇത് പ്രായോഗികമല്ല. എന്നിരുന്നാൽ പോലും അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയാൽ ഉടനടി തന്നെ ആക്ഷൻ എടുക്കുമെന്നും MVD വ്യക്തമാക്കുന്നു. ആരൊക്കെയാണ് ഡ്രൈവറുടെ സേവനം തേടിയത് എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തി ഒരു രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിരത്തുകളിൽ വാഹന പരിശോധന ശക്തമാക്കുക എന്നുള്ളത് മാത്രമാണ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ബാറുകൾക്കുള്ള ലൈസൻസ് നിബന്ധനകളിൽ മദ്യപിക്കുന്നവർക്ക് ഡ്രൈവറെ നൽകണമെന്ന നിർദ്ദേശമൊന്നും തന്നെ നൽകിയിട്ടില്ല. ഒരുപക്ഷെ അത് നൽകിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ബാർ ഉടമകൾ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയൂ. ഡ്രൈവറുടെ സേവനം ഉപയോഗിക്കാത്തവർക്ക് മദ്യം നൽകാതിരിക്കാനുള്ള നിയമവും നിലവിലില്ല. പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം കൊടുക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ പ്രായ മാനദണ്ഡങ്ങളുണ്ട്. ഒപ്പം തന്നെ യൂണിഫോമിലുള്ളവർക്കും സ്ഥിരബുദ്ധിയില്ലാത്തവർക്കും മദ്യം കൊടുക്കുന്നതിനുള്ള നിയമ തടസ്സവും ഏവർക്കും അറിയാവുന്നതാണ്. അല്ലാത്ത പക്ഷം ആർക്ക് വേണമെങ്കിലും മദ്യം വാങ്ങാനായി സാധിക്കുമെന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.